ഈ വെള്ളയങ്കിരി മലനിരകളുടെ അടിവാരത്താണ് 112 അടി ഉയരമുള്ള ആദിയോഗിയുടെ ഈ അർദ്ധകായ പ്രതിമ നിലകൊള്ളുന്നത്. ഹിന്ദു പുരാണങ്ങൾക്കുമപ്പുറം ശാസ്ത്രീയമായ ഒരു പശ്ചാത്തലമാണ് ഈ പ്രതിമയുടെ നിർമ്മിതിക്ക് പിന്നിലുള്ളത്. ഹൈന്ദവ സങ്കല്പത്തിൽ ശിവൻ വെറുമൊരു ദൈവമല്ല, മറിച്ച് മനുഷ്യന്റെ ആത്മീയ ഉന്നതിക്കായി യോഗാശാസ്ത്രം ആദ്യമായി ഭൂമിയിലേക്ക് പകർന്നു നൽകിയ ആദ്യത്തെ യോഗി അല്ലെങ്കിൽ ആദിയോഗി ആണ്. മനുഷ്യശരീരത്തിലെ 112 ചക്രങ്ങളെ ഉണർത്താനുള്ള 112 വഴികളെ സൂചിപ്പിക്കാനാണ് ഈ പ്രതിമയ്ക്ക് കൃത്യം 112 അടി ഉയരം നൽകിയിരിക്കുന്നത്. മതങ്ങൾക്കും ആചാരങ്ങൾക്കുമപ്പുറം മനുഷ്യന്റെ ആന്തരിക ശാന്തിയെ ഓർമ്മിപ്പിക്കുന്ന ഒന്നായാണ് ഈ ശില്പം ഇവിടെ ഉയർന്നു നിൽക്കുന്നത്. ആദിയോഗിയുടെ പശ്ചാത്തലത്തിൽ സൂര്യാസ്തമയം സംഭവിക്കുന്ന ടൈം ലാപ്സ് അല്ലെങ്കിൽ വൈറ്റ് ഷോട്ട് എടുക്കാൻ ഇവിടുന്ന് പോകാൻ നേരത്ത് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പോയിട്ട് തിരിച്ചു വരണം കേട്ടോ എന്ന് പറഞ്ഞ് ചെറുപുഞ്ചിരിയോടെ നോക്കി നിൽക്കുന്ന ആദിയോഗിയുടെ മുഖമാണ് മനസ്സിൽ നിറയെ. കൊച്ചിയിലെ കായൽക്കാറ്റിൽ നിന്ന് തുടങ്ങി കേരളത്തിന്റെ ചരിത്രവഴികളും അതിർത്തികളും പിന്നിട്ട് ഒടുവിൽ ആദിയോഗിയുടെ ഈ ശാന്തതയിലേക്ക് എത്തുമ്പോൾ ഒരു സഞ്ചാരിയുടെ മനസ്സ് പൂർണ്ണമായും ശാന്തമാകുന്നു. കാഴ്ചകൾക്കപ്പുറം അറിവുകളും പുരാണങ്ങളും തേടിയുള്ള യാത്രകൾ നൽകുന്ന അനുഭൂതി മറ്റൊന്നു തന്നെയാണ്. മറ്റൊരവസരത്തിൽ ലോകത്തിന്റെ മറ്റൊരു കോണിലെ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സഞ്ചാരം ഇവിടെ അവസാനിക്കുന്നില്ലായേ.